4 സുഹൃത്തുക്കൾ അമീർ, അലി, ഫാത്തിമ, സാർ എല്ലാ ദിവസവും പരസ്പരം വീട്ടിൽ ഒരു റംസാൻ പാർട്ടി നടത്താൻ തീരുമാനിച്ചു. സ്വാദിഷ്ടമായ ഭക്ഷണവും രസകരമായ ഗെയിമുകളും കൊണ്ട് ആദ്യത്തെ 3 പാർട്ടികളും വൻ വിജയമായിരുന്നു. അടുത്തത് സാറയുടെ വീട്ടിലായിരുന്നു. അവൾ ആവേശത്തോടെ ഉമ്മയോട് പറഞ്ഞു. പക്ഷേ അവളുടെ അമ്മ ആശങ്കാകുലയായി. ഭക്ഷണവും അലങ്കാരവസ്തുക്കളും വാങ്ങാൻ അവർക്ക് പണമില്ലായിരുന്നു. മകളുടെ നിരാശ കണ്ട സാറയുടെ ഉമ്മ കുറച്ച് നാരങ്ങ വെള്ളവും സമൂസയും ഉണ്ടാക്കാൻ തീരുമാനിച്ചു. സമയം ഉച്ചയോട് അടുത്തപ്പോൾ ഫ്രണ്ട്സ് അവളുടെ വീട്ടിലേക്ക് സമ്മാനങ്ങളുമായി വന്നു. പക്ഷേ അതൊന്നും സാറയും അമ്മയും പ്രതീക്ഷിച്ചിരുന്നില്ല. അമീറും അലിയുമൊക്കെ അവരുടെ കുടുംബസമേതം പലതും കൊണ്ടുവന്നു. പലഹാരങ്ങൾ, അലങ്കാരങ്ങൾ, സമ്മാനങ്ങൾ എല്ലാം കൊണ്ടുവന്ന് അവർ സാറയ്ക്കും അമ്മയ്ക്കും അപ്രത്യക്ഷമായ സന്തോഷം നൽകി. ഭക്ഷണം പാകം ചെയ്തും അലങ്കരിച്ചും പാർട്ടിക്കുള്ള തയ്യാറെടുപ്പിലുമൊക്കെയായി അവർ ഒരുമിച്ചു പകൽ മുഴുവൻ ചെലവഴിച്ചു. മിന്നുന്ന ലൈറ്റുകൾ, വർണ്ണാഭമായ സ്ട്രീമറുകൾ, റമദാൻ മുബാറക് എന്ന് എഴുതിയ ഒരു വലിയ ബാനർ എന്നിവ കൊണ്ട് വീട് അലങ്കരിച്ചു. ഇഫ്താർ കാത്തുനിൽക്കുന്നതിനിടയിൽ അവർ ഒരു ഖുർആൻ പാരായണ മത്സരം സംഘടിപ്പിച്ചു. അത് വല്ലാതെ മനോഹരമായിരുന്നു. അതിഥികൾക്കായി നാരങ്ങാവെള്ളവും ജ്യൂസും ഈന്തപ്പഴം, സമൂസ്, സ്പ്രിംഗ് റോൾ, കപ്പ് കേക്ക് തുടങ്ങി എല്ലാത്തരം സ്വാദിഷ്ടമായ പലഹാരങ്ങളാൽ ഡൈനിംഗ് ടേബിളിൽ നിറഞ്ഞു. അവസാനം സൂര്യൻ അസ്തമിച്ചപ്പോൾ എല്ലാവരും ഡൈനിംഗ് ടേബിളിൽ ഒത്തുകൂടി. ചുറ്റും ഇരുന്നു ഈന്തപ്പഴവും വെള്ളവും പങ്കിട്ടു ഭക്ഷണം കഴിച്ചു. എല്ലാവരും ഒരുമിച്ച് പ്രാർത്ഥിച്ചു. അവർ ഒരുമിച്ചിരിക്കുമ്പോൾ റമദാനിന്റെ പ്രാധാന്യത്തെക്കുറിച്ചും അത് എങ്ങനെ പ്രതിഫലനത്തിന്റെയും ക്ഷമയുടെയും ദയയുടെയും സമയമാണെന്നും അവർ സംസാരിച്ചു. അവർ തങ്ങളുടെ പ്രിയപ്പെട്ട റമദാൻ ഓർമ്മകളുടെ കഥകൾ പങ്കുവയ്ക്കുകയും വിശുദ്ധ മാസത്തിൽ കൂടുതൽ കാരുണ്യവും അനുകമ്പയും ഉള്ളവരായിരിക്കുമെന്ന് പരസ്പരം വാഗ്ദാനങ്ങൾ നൽകുകയും ചെയ്തു. എല്ലാവരും നിറഞ്ഞ മനസ്സോടെയും സന്തോഷത്തോടെയും യാത്ര പറഞ്ഞുപോയി. അവരാരും ഒരിക്കലും മറക്കാത്ത വിരുന്നായിരുന്നു അത് മാറി.